സന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതീദണ്ഡീ സർവവേദാന്തപണ്ഡിതഃ ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. അപാരസച്ചിത്സുഖവാരിരാശേഃ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം സുഹൃത്തുക്കളെ, വീണ്ടും ഒരു ദിവസം നമ്മെ ഈശ്വരൻ സന്ധി ചെയ്യിച്ചിരിക്കുകയാണ്. നമ്മളെ വീണ്ടും കൂടിക്കാഴ്ചയ്ക്ക് അനുവദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഹിന്ദുക്കളുടെ ഒരു തെറ്റായ ചിന്താഗതി, സ്വന്തം ആചരണങ്ങളെ ഒട്ടും പാലിച്ചില്ലെങ്കിലും അന്യൻ്റെ ആചരണങ്ങളെ കടമെടുത്ത് ആചരിക്കുന്നൊരു രീതിയുണ്ട്. നമ്മളിൽ പല ഹിന്ദു സഹോദരന്മാരും ഈ കെണിയിൽ വീണു പോകുന്നുണ്ട്. അവരിലാരെങ്കിലും ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ട് ഏകാദശി എടുക്കുന്നുവെങ്കിൽ അംഗീകരിക്കാമായിരുന്നു. അവരിലാരും തന്നെ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മളെന്തിനാണ് ഇങ്ങനെ നട്ടല് റബ്ബറാക്കിയിട്ട് നാണവും ഉളുപ്പുമില്ലാതെ ഇത്തരത്തിൽ അങ്ങോട്ട് പോയി മതേതരത്വം കാണിക്കാൻ വേണ്ടി വെമ്പുന്നത്? സ്വന്തം ആചരണം ഇഷ്ടം പോലെ ഇവിടെയുണ്ട്. ഏകാദശിയുണ്ട്, ത്രയോദശി വ്രതമുണ്ട്, ഷഷ്ഠി വ്രതമുണ്ട്, ഒരുപാട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാതെ ഒന്നിനും നിൽക്കാതെ അന്യനെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് മാംസാഹാരത്തോട് കൂടുതലൊരു ആസക്തി ചിലരിലുണ്ട്. ആ മാംസാഹാരത്തോടുള്ള ആസക്തിയാണ് ഇതിൻ്റെയൊക്കെ കാരണം. ബിരിയാണി കഴിക്കാനും വൈകിട്ട് മാംസം കൊണ്ട് പാകം ചെയ്ത പല കാര്യങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആർത്തി, ഉളുപ്പില്ലാത്ത, ലജ്ജയില്ലാത്ത, നാണം കെട്ട ആർത്തിയാണ് ഇതിൻ്റെ പിന്നിൽ. അല്ലാതെ വെറും 12 മണിക്കൂർ പട്ടിണി കിടക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഏകാദശി അങ്ങനെയല്ല. തലേന്ന് രാത്രി കഴിക്കുന്നില്ല. പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ജപം ചെയ്തുകൊണ്ട് അതിൻ്റെ പിറ്റേന്നാണ് രാവിലെ ജപം കഴിഞ്ഞ ശേഷമാണ് പാരണ വീട്ടുന്നത്, വ്രതം മുടക്കുന്നത്. അപ്പോൾ അത് വലിയ ശക്തിയായ വ്രതമാണ്. ഏകാദശിയും മഹാപ്രദോഷവും അതുപോലെ തന്നെയാണ്. അതിനൊന്നും മെനക്കെടാൻ വയ്യ. ഈശ്വരപ്രീതിക്കാണെങ്കിൽ ഏകാദശിയോ ത്രയോദശിയോ എടുക്കണം. വയറ് വൃത്തിയായിട്ട് അടിച്ച് കയറ്റിയിട്ട് സുഖമായി പോത്തിനെ പോലെ കിടന്നുറങ്ങാനാണെങ്കിൽ മറ്റ് വ്രതങ്ങളൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് സന്ധ്യയ്ക്ക് മൂക്കുമുട്ട തിന്നാൻ കിട്ടുമെന്നുള്ളതുകൊണ്ട് ഉളുപ്പും ലജ്ജയും ഇല്ലാതെ സ്വന്തം പിതൃത്വം മറന്നുകൊണ്ട് ഓടിച്ചെല്ലുകയാണ് ചില ഹിന്ദുക്കൾ. അവരെപ്പറ്റി ഓർത്ത് ദുഃഖിക്കുകയേ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഇന്നത്തെ ദിവസം നമുക്ക് അർജുനൻ്റെ ചില വാദങ്ങളെ പരിചയപ്പെടേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ അർജുനൻ പറഞ്ഞ ഒരു ലജ്ജയില്ലാത്ത വാദം കണ്ടു. അർജുനൻ പറയുകയാണ്, ഹേ കൃഷ്ണ, എന്തിനാണ് നമ്മുടെ ബന്ധുക്കളായ, നമ്മുടെ മിത്രങ്ങളായ ഈ ദുര്യോധനാദികളെ കൊല്ലേണ്ടത്? എന്തിനാണ്? ഇവരെ കൊന്നിട്ട് എന്ത് ഫലമാണ്? അവർ ദുഷ്ടന്മാരാണ്. അവർ നമ്മളെ അരക്കില്ലം ചുട്ടും വിഷം കൊടുത്തും ഞെക്കിക്കൊല്ലാൻ നോക്കിയുമൊക്കെ പല രീതിയിൽ കാട്ടിലേക്ക് അയച്ചും നമ്മളെ ഒരുപാട് പീഡിപ്പിച്ചു. നമ്മുടെ ഭാര്യയെ, അതായത് അർജുനൻ്റെ ഭാര്യയെ അവർ പൊതുവേദിയിൽ അപമാനിച്ചു. ഇതൊക്കെ ശരിയാണ്. എങ്കിൽ നമ്മൾ തിരിച്ചടിക്കണോ കൃഷ്ണ? തിരിച്ചടിക്കുമ്പോൾ അത് പാവമല്ലേ? അവർക്ക് വേദന എടുക്കില്ലേ? നമ്മുടെ ബന്ധുക്കളല്ലേ? എന്നൊക്കെയുള്ള ദുർബലൻ്റെ, അജിതേന്ദ്രിയൻ്റെ വാദങ്ങളാണ് അർജുനൻ കാഴ്ചവെച്ചത്. ദുർബലൻ്റെ വാദങ്ങൾ ദുർബലനെ സംബന്ധിച്ച് അബദ്ധമുള്ളതല്ല.
ദുർബലനൊരു വാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ വ്യക്തിക്കത് പ്രശ്നമല്ല, അവൻ ഒരു വലിയ സാത്വികനായിട്ട് അറിയപ്പെടും, അവനൊരു മഹാത്മാവായിട്ട് വിഡ്ഢികളാൽ കീർത്തിക്കപ്പെടും. ഞാനത് ഓർക്കുമ്പോൾ എപ്പോഴും അത് ഗാന്ധിജിയിലേക്ക് തന്നെയാണ് എൻ്റെ ചിന്ത പോകുന്നത്. അതിന് കാരണം ഗാന്ധിജിയെ രബീന്ദ്രനാഥ് ടാഗോർ മഹാത്മാ എന്ന് വിളിച്ചു. അതിനുശേഷം മഹാത്മാഗാന്ധിയായി. മറ്റൊരാൾ വിളിക്കുന്നതുകൊണ്ടല്ല ഒരാൾ മഹാത്മാവാവുന്നത്. സ്വയമഹിംനി പ്രതിഷ്ഠിത എന്ന സ്വന്തം മഹിമയിലാണ് മഹാത്മാക്കൾ വിരാജിക്കുന്നത്. ടാഗോർ എന്ന് പറയുന്ന വ്യക്തിയോടും എനിക്ക് ഇതേ അഭിപ്രായമാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യത്തിരുന്നു കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ടാഗോറിനോടും എനിക്ക് യാതൊരു ബഹുമാനവും ഇല്ലാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കവിത എഴുതാനുള്ള കഴിവിനെ പോലും എനിക്ക് ശ്രീ അരവിന്ദ മഹർഷിയുടെ ആ ഒരു പാണ്ഡിത്യത്തോടും മഹത്വത്തോടും തട്ടിച്ചു നോക്കുമ്പോൾ ടാഗോർ വെറും ശിശുവാണ്. അരവിന്ദ മഹർഷി ഹിമാലയമാണെങ്കിൽ ടാഗോർ ഒരു എന്താ പറയുക, ചെറിയൊരു കുന്നു മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ മൺകൂന മാത്രമാണ്. പക്ഷേ രാഷ്ട്രീയക്കാരുടെ സഹായത്തോടെ, ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെയൊക്കെ ടാഗോർ മഹാകവിയായി. അരവിന്ദനെ നമ്മൾ മറന്നു. അരവിന്ദനെ വായിച്ച് മനസ്സിലാക്കുക എളുപ്പമല്ല. ബുദ്ധിയുള്ളവർക്ക് മാത്രമേ അരവിന്ദ മഹർഷിയെ മനസ്സിലാവൂ. ബുദ്ധിയും ഹൃദയശുദ്ധിയുമുള്ളവർക്ക് അരവിന്ദ മഹർഷിയെ മനസ്സിലാവൂ. ബുദ്ധി മാത്രം പോരാ. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയും അരവിന്ദ മഹർഷിയുടെ സാവിത്രിയും താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ, താരതമ്യം ചെയ്യുന്നത് തന്നെ തെറ്റാണ്, താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ സാവിത്രി ഹിമാലയത്തോളം മഹത്വമുള്ള കൃതിയാണ്, അനശ്വരമായ കൃതിയാണ്. ടാഗോറിൻ്റെ ഗീതാഞ്ജലി അതിൻ്റെ മുമ്പിൽ വെറും പടപ്പാട്ട് മാത്രമാണ്. ആ ടാഗോർ സംസ്കൃത ഭാഷ അറിയാമായിരുന്നിട്ട് പോലും സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട് നമ്മുടെ രാജ്യത്തിന്. നമ്മുടെ രാഷ്ട്രം മറ്റു രാഷ്ട്രങ്ങളെ പോലെയല്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ അറിവിൻ്റെ വെളിച്ചം ലോകത്തിന് കാട്ടിക്കൊടുത്ത അനശ്വരമായ നാടാണ് നമ്മുടെ ഭാരതത്തെ. എന്നും നമ്മൾ ഭാരത മാതാവായിട്ടാണ് കാണുന്നത്, അമ്മയായിട്ടാണ്, പെറ്റമ്മയായിട്ടാണ്, പോറ്റമ്മയായിട്ടാണ്. മറ്റു രാജ്യങ്ങളെ പോലെയല്ല. ഫാദർലാൻഡ് അല്ല ഇത് മദർലാൻഡാണ്, നമ്മുടെ അമ്മയാണ്. അങ്ങനെ നമ്മുടെ അമ്മയെക്കുറിച്ചൊരു സ്തുതി എഴുതുമ്പോൾ പോലും ടാഗോർ ഈ ഒരു അമ്മയാണെന്ന് കാണാതെ ജനഗണമന അധിനായക എന്ന് പുല്ലിംഗത്തിൽ ആണ് വിളിച്ചത്. അത് തന്നെ ടാഗോറിനെ പറ്റി സംശയങ്ങൾ ഉളവാക്കുന്നു. നമ്മുടെ സംസ്കാരത്തെപ്പറ്റി, നമ്മുടെ പൈതൃകത്തെപ്പറ്റി അദ്ദേഹത്തിന് എന്തറിയാമായിരുന്നു എന്ന് ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നു. അവിടെയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ മഹത്വം. അദ്ദേഹം അവിടെ വന്ദേ മാതരം എന്നാണ് എഴുതി. അമ്മയ്ക്ക് നമസ്കാരം, ഞാൻ അമ്മയെ നമസ്കരിക്കുന്നു. ഇത് അമ്മയാണ്, ഈ ഭാരതഭൂമി അമ്മയാണെന്നറിയാത്ത ഏക ആൾ ടാഗോർ ആയിരിക്കും. ടാഗോർ ആവട്ടെ മഹാകവിയായി അറിയപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ടാഗോറാണ് ഗാന്ധിജിയെ മഹാത്മാവെന്ന് വിളിച്ചത്. ഗാന്ധിജിയുടെ പ്രത്യയശാസ്ത്രം ദുർബലൻ്റേതാണ്. അത് അദ്ദേഹത്തിന് മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ല, അദ്ദേഹം സ്വയം പരിശീലിച്ചിരുന്നൊരു കാര്യമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം നാട്ടുകാരെ മുഴുവൻ ഈ കാര്യം പറഞ്ഞ് അഹിംസ അഹിംസ അഹിംസ, തല്ലുകൊണ്ട് ഞെരുങ്ങിയാലും നട്ടല്ലൊടിഞ്ഞാലും തലയോട്ടി ചതഞ്ഞാലും തിരിച്ചടിക്കരുത്, കല്ലുപോലും കയ്യിലെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ എറിയരുത്, നമ്മെ വെടിവെക്കുന്നവനോട് രഘുപതി രാഘവ രാജാ രാം എന്ന് പാടാൻ പഠിപ്പിക്കുക. ഒരു കാര്യം ഓർക്കണം, യോഗശാസ്ത്രത്തിൽ പതഞ്ജലി മഹർഷി പറയുന്നുണ്ട്, അഹിംസ എന്ന വ്രതത്തിൽ പ്രതിഷ്ഠിതനായി അഹിംസയെ സാക്ഷാത്കരിച്ച ഒരു മഹാത്മാവിൻ്റെ അടുത്ത് ക്രൂര ജന്തുക്കൾ പോലും, ക്രൂര മൃഗങ്ങൾ പോലും ശാന്തരായി വർത്തിക്കുന്നുവെന്ന്. അതിനുദാഹരണം ഭഗവാൻ ശ്രീ രമണ മഹർഷിയുടെ അടുത്ത് പുള്ളിപ്പുലിയുടെ കുട്ടി, പാമ്പ്, മറ്റ് മൃഗങ്ങൾ എല്ലാം വന്ന് വളരെ ഇണങ്ങിക്കൊണ്ട് സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കയറിയിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അമ്മ ലോകത്തെവിടെ പോയാലും അവിടെയുള്ള പക്ഷികൾ വന്ന് അമ്മയുടെ തലയിലിരിക്കുക, തോളത്തിരിക്കുക. അതുപോലെ പുള്ളിപ്പുലിയെ കൊണ്ടുവന്നാൽ അത് അടങ്ങി അമ്മയുടെ പാദസേവ ചെയ്യുന്ന പോലെ കിടക്കുക. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ചകളാണ്. എത്ര ഹിംസ്ര ജന്തുവാണെങ്കിലും, ആനയാവട്ടെ, നായയാവട്ടെ, പുലിയാവട്ടെ. അതുപോലെ തന്നെയായിരുന്നു കേരളീയനായ ശ്രീ നാരായണ ഗുരുദേവൻ. അദ്ദേഹത്തെ തലവെച്ച് കിടക്കുമായിരുന്നു. ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള അനേകം പേരുണ്ട്.
അപ്പോൾ അവരിലെല്ലാം അഹിംസ എന്ന വ്രതം നിഷ്ഠയുണ്ട്, അവരതിൽ നിഷ്ഠ നേടിയവരാണെന്നുള്ള തെളിവാണ് ക്രൂര ജന്തുക്കളും പ്രകൃതിയും അവർക്ക് അനുകൂലമായി തീരുന്നത്. അതേ സമയത്ത് മഹാത്മാവെന്ന് വിശേഷിക്കപ്പെട്ട് അഹിംസ 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 എന്ന് 24 മണിക്കൂറും ജപിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ മുമ്പിൽ ഒരു മനുഷ്യൻ അക്രമാസക്തനായി അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ അഹിംസ എവിടെയാണ് പിഴവായി പോയതെന്ന് വെച്ചാൽ, എൻ്റെ അഹിംസ കൊണ്ട് ഒരു 10,000 പേർ കൊല്ലപ്പെടുകയാണ്, എൻ്റെ അഹിംസാവ്രതം കൊണ്ട് ഒരു 10,000 പാവപ്പെട്ടവർ സാധുക്കൾ തെരുവിൽ വെട്ടിക്കൊല്ലപ്പെടുകയാണെങ്കിൽ അത് അഹിംസയല്ല, ഹിംസയേക്കാൾ വലിയ ഹിംസയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പ്രധാനമന്ത്രി പറയുകയാണെന്ന് വിചാരിക്കുക, പട്ടാളക്കാരോട് നിങ്ങളാരും പ്രതികരിക്കേണ്ട, വെടിവെച്ച് കൊല്ലേണ്ട, അഹിംസയാണ് നമ്മുടെ വ്രതം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഭാരതീയരുടെ പൊടി കാണുമോ? അങ്ങനെ അഹിംസ പറഞ്ഞാൽ ആ പ്രധാനമന്ത്രി മഹാത്മാവുമോ? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മുടെ പട്ടാളക്കാർ വെടിവെച്ച് കൊല്ലുന്നത് കൊണ്ട് തന്നെയാണ് ബാക്കിയുള്ളവർക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റുന്നത്. ഹിംസയുടെ ഒരു അംശമില്ലാതെ ബഹുഭൂരിപക്ഷത്തിൻ്റെ ശാന്തി നിലനിർത്താൻ സാധിക്കില്ല. ഇതൊന്നും അറിയാത്ത ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ഇത് ഒരു പക്ഷേ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും എന്നോട് വിദ്വേഷം വന്നേക്കാം. ഞാൻ കാര്യകാരണ സഹിതമല്ലാതെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്നോട് ദ്വേഷിക്കേണ്ടൂ. ഞാൻ പറയുന്നതിനെല്ലാം കാര്യകാരണ ബന്ധമുണ്ട്. ദുർബലൻ്റെ വാദങ്ങളെ, ജൈനൻ്റെ വാദങ്ങളെ, ബൗദ്ധൻ്റെ വാദങ്ങളെ, ക്രിസ്ത്യാനിയുടെ വാദങ്ങളെ, ക്രിസ്ത്യാനിക്ക് പോലും വേണ്ടാത്ത ക്രിസ്ത്യാനിയുടെ വാദങ്ങളെ എടുത്തിട്ട് ഹിന്ദുവിൻ്റെ വായിൽ തിരികിയിട്ട് നീ അടി കൊണ്ടോളൂ, നീ ഞെരുങ്ങിക്കോളൂ. ആരാണ് ഹിന്ദു? ആരാണ്? ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ പരമ്പരയാണ് ഹിന്ദു. റാണാ പ്രതാപ് സിംഗിൻ്റെ പരമ്പരയാണ് ഹിന്ദു. ഝാൻസി റാണിയുടെ പരമ്പരയാണ് ഹിന്ദു. ഇതിനൊക്കെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അർജുനൻ്റെയും അതിനും മേലെ ശ്രീകൃഷ്ണൻ്റെയും ഭീമൻ്റെയും ഒക്കെ പാരമ്പര്യമുള്ള ഹിന്ദു. എന്തിനേറെ പറയുന്നു, മഹാകാലനായ ശിവൻ്റെ പാരമ്പര്യമുള്ള ഹിന്ദു. ഒരിക്കലും തല്ലുകൊള്ളിയാവാൻ ജനിച്ചവനല്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്? കുമന്ത്രണം, ചിലരുടെ കുമന്ത്രണം, പറഞ്ഞു നിങ്ങൾ തല്ലുകൊള്ളേണ്ടവരാണ്, തല്ലുകൊണ്ടാൽ മതി, തല്ലുകൊണ്ടിട്ടും നിങ്ങൾ ഭജന പാടിയാൽ നിങ്ങൾ മഹാത്മാവായി എന്നൊക്കെയുള്ള തെറ്റായ വ്യാജമൂല്യങ്ങൾ നമ്മുടെ ഉള്ളിൽ അടിച്ചേൽപ്പിച്ചു. ഇവിടെ ഈ അർജുനനും പറയാൻ പോകുന്ന അടുത്ത വാദവും അതുതന്നെയാണ്. കേട്ടോളൂ. യദ്യപ്യേതേ ന പശ്യന്തി ലോഭോപഹത ചേതസ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദ്ദന എന്നാ പറയുന്നു. ഇവിടെ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു, മഹാഭാരത കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു അർത്ഥശാസ്ത്രം, ഒരു പ്രമാണം, ആതതായിനം ആയാന്തം ഹന്യാദേവ അവിചാരയൻ. 6 തരത്തിൽ പാപം ചെയ്ത് വരുന്ന, ആയുധമെടുത്ത് വരുന്ന, അഗ്നിക്കിരയാക്കുന്ന, വിഷം നൽകുന്ന, ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുന്ന, സ്ത്രീകളെ വഴിപഴപ്പിക്കുന്ന, നമ്മുടെ ഭൂമി തട്ടി കൈക്കലാക്കുന്ന, ധനം അപഹരിക്കുന്ന ഇക്കൂട്ടരെയെല്ലാം ആതതായികളെ കാണുന്നു. അത്തരം ആതതായികളെ കണ്ടാൽ കണ്ടയിടത്ത് വെച്ച് കൊന്നാൽ പാപമില്ലെന്നാണ്. ഹന്യാദേവ അവിച, വിതൗട്ട് എ സിംഗിൾ തോട്ട് കിൽ ദം എന്നാണ് അന്നത്തെ പ്രമാണം. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അർജുനന് മറ്റൊരു പ്രമാണം കൂടി കിട്ടിയിരുന്നു. മഹാഭാരത കാലഘട്ടത്തിൽ മറ്റൊരു പ്രമാണം കൂടി, മറ്റൊരു ധർമ്മശാസ്ത്ര പ്രമാണം കൂടി ഉണ്ട്. അതെന്താണ്? സ ഏവ പാപിഷ്ഠതമോ യഃ കുര്യാത് കുലനാശനം. സ ഏവ പാപിഷ്ഠതമോ യഃ കുര്യാത് കുലനാശനം. അതാണ് ധർമ്മശാസ്ത്രത്തിലുള്ള ഒരു പ്രമാണം. ഇത് രണ്ടും രണ്ടായി തോന്നും. ആതതായിയെ, നമ്മെ ആക്രമിക്കാൻ വരുന്നവനെ കൊല്ലണം എന്നൊരു പ്രമാണം. അതേസമയത്ത് ഇപ്പുറത്ത് മറ്റൊരു പ്രമാണം എന്താണ്? സ ഏവ പാപിഷ്ഠതമോ യഃ കുര്യാത് കുലനാശനം എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു കുലത്തെ നശിപ്പിക്കുന്നവൻ, ഒരു കുലത്തെ ഒന്നടങ്കം നശിപ്പിക്കുന്നവനാണ് പാപികളിൽ വെച്ച് ഏറ്റവും വലിയ പാപി എന്ന്. സ ഏവ പാപിഷ്ഠതമോ യഃ കുര്യാത് കുലനാശനം. ആരാണ് ഏറ്റവും പാപിഷ്ഠതമനായിട്ടുള്ള പാപികളിൽ വെച്ച് ഏറ്റവും വലിയ മഹാപാപി ആരാണ്? കുലനാശം ചെയ്യുന്നവനാണ്. ഒരു വ്യക്തിയെ കൊല്ലുന്നവനല്ല, ആ കുലം മുഴുവൻ നശിപ്പിച്ച് കളയുന്നവനാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഭാരതീയർക്കെല്ലാം വലിയൊരു പാപത്തിൻ്റെ കറ. ഈ ഭാരത മണ്ണിൽ ജനിച്ചു വീഴുന്ന ഓരോ ശിശുവിനും കുലനാശത്തിൻ്റെ പാപത്തിൻ്റെ ഒരു പങ്കുണ്ട്.
എന്താ പറയാൻ കാരണം? കശ്മീരിലെ പണ്ഡിറ്റുകളെ, ആരെയും ദ്രോഹിക്കാത്ത സാധുജനങ്ങളെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇസ്ലാമിക ഭീകരന്മാർ അടിച്ചോടിച്ച് വെട്ടിക്കൊന്നും അവരുടെ കുലനാശം വരുത്തിക്കൊണ്ട് അവരെ ദൂരേക്ക് പായിച്ചു. ഒരു തെറ്റും അവർ ചെയ്തില്ല. ആർക്കെതിരെയും വാളെടുത്തില്ല, ആർക്കെതിരെയും വിദ്വേഷ പ്രചരണം നടത്തിയില്ല, ഒരു തരത്തിലുള്ള മതനിന്ദയും ആരോടും ചെയ്തില്ല. സ്വന്തം നാട്ടിൽ നിന്ന് അഭയാർത്ഥികളായി ആട്ടി ഓടിക്കപ്പെട്ട പണ്ഡിറ്റുകൾ ഇന്നും ഡൽഹിയിൽ അഭയാർത്ഥികളെപ്പോലെ കൈതൊഴുതു കേണുകൊണ്ട് ജീവിക്കുന്നു. ദി അട്രോസിറ്റി ദാറ്റ് some terrorists, Islamic terrorists, have done against the Kashmiri Pandits are the most atrocious event in the history of the world. I would say it is even more atrocious than the cruelty that Jews were facing at the time of their execution. ജൂതന്മാർ അവരെ ഉപദ്രവിച്ചു, അവരുടെ ജൂ പെർസിക്യൂഷൻ സമയത്ത് അനുഭവിച്ചതിനേക്കാൾ വലിയ ക്രൂരതയാണ് കശ്മീരി പണ്ഡിറ്റുകളോട് ഈ ഭീകരർ ചെയ്തത്. കശ്മീരി പണ്ഡിറ്റുകളോട് ഇസ്ലാമിക ഭീകരർ ചെയ്തത് ശരി, എന്നാൽ ഇവിടെ ഒരു സർക്കാരുണ്ട്, ഭാരതത്തിൽ അന്നൊരു സർക്കാരുണ്ട്. ഇന്ന് വരെ ഈ ദിവസം വരെ അവരെ ആ നാട്ടിൽ പുനരധിവസിപ്പിച്ചിട്ടില്ല. പക്ഷേ ഐ എം റിയലി ഹോപ്പ്ഫുൾ ഈ ഒരു ടേമിൽ, ഈ ഒരു നരേന്ദ്രമോദിയുടെ ടേമിൽ തിരിച്ചവരെ കശ്മീരിൽ കൊണ്ടുവരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുമുണ്ട്. കാരണം കശ്മീർ ഇന്ന് പഴയ കശ്മീരല്ല. ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞ് ധീരമായ നടപടിയിലൂടെ കശ്മീർ അതിൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങണം. ഭൂമിയിലെ സ്വർഗമായ കശ്മീർ, പാർവതീദേവിയുടെ കശ്മീർ, ശൈവസിദ്ധാന്തത്തിൻ്റെ കശ്മീർ, മഹാചാര്യനായ മഹാമാഹേശ്വരാചാര്യവർയ ശ്രീമദ് അഭിനവഗുപ്താചാര്യരുടെ കശ്മീർ ഇന്ന് സ്വതന്ത്രയാണ്. ഇനി വേണ്ടത് നമ്മുടെ സഹോദരങ്ങൾ, our brethren, innocent pandits of Kashmir should be given their land back to them. They should be rehabilitated to their own state. ഇതാണ് നമ്മുടെ ആവശ്യം. അതിന് ദുർബലന്മാരോട്, അഹിംസ എന്ന പടച്ചട്ട അണിഞ്ഞ് നടക്കുന്ന ക്രൂരന്മാർക്ക് അത് സാധിക്കില്ലായിരുന്നു. അവരത് ചെയ്തുമില്ല. 30 കൊല്ലത്തോളം കശ്മീരികളെ തിരിഞ്ഞു നോക്കിയില്ല. ഒരു കാര്യവുമില്ലാതെ അനീതി അനുഭവിച്ച ഹിന്ദു വിഭാഗമാണ് കശ്മീരി പണ്ഡിറ്റുകൾ. അവർക്ക് വേണ്ടി ഒരുത്തനും ശബ്ദിച്ചില്ല. ഇനിയെങ്കിലും അത് നടക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതുകൊണ്ട് ദുർബലതയുടെ വാദങ്ങളെ കണ്ണിൽ കാണരുത്, തട്ടിക്കളയണം. ഇവിടെ സഏവ പാപിഷ്ഠതമോ യക്കുര്യാത് കുലനാശനം എന്ന ധർമ്മശാസ്ത്രവാദമാണ് അർജുനൻ എടുത്ത് ശ്രീകൃഷ്ണനോട് പ്രയോഗിക്കുന്നത്. എന്താണ്? ഹേ കൃഷ്ണ, അവർ തെറ്റുകാരാണ്, ആതതായികളാണ്, ശരി തന്നെ, ആതതായികളെ കൊല്ലണമെന്ന പ്രമാണം എനിക്കറിയാം. പക്ഷേ കൃഷ്ണ, അവർ ദുര്യോധനാദികളുടെ കുലത്തെ, കൗരവ കുലത്തെ മുഴുവൻ ഞാൻ കൊന്നുകളഞ്ഞാൽ കുലനാശമല്ലേ കൃഷ്ണ ഉണ്ടാവുക? കുലനാശത്തേക്കാൾ വലിയ പാപമുണ്ടോ കൃഷ്ണ എന്ന് തിരിച്ചൊരു വാദം കുലക്ഷയത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അർജുനൻ ശ്രീകൃഷ്ണനോട് ഉപയോഗിക്കുകയാണ്. അതാണ് യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. ഇതാണ് പറയുന്നത്. ലോഭോപഹത ചേതസ, ആശ നിമിത്തം, രാജ്യത്തിനു വേണ്ടി ആശ കൊണ്ട് വിവേകമില്ലാത്ത ദുര്യോധനാദികൾ, ഇവരെ നമ്മൾ കൊന്നുകഴിഞ്ഞാൽ നമുക്ക് കുലക്ഷയദോഷം വരില്ലേ കൃഷ്ണ? ആതതായികളാണ് സംബന്ധിച്ചു. ആതതായിനമായാന്തം ഹന്യാദേവ അവിചാരയൻ. ഐ നോ the verdict of the dharma shastra that atadais must be killed on the spot. But Krishna, there is another value that we are taught by the dharma shastras. That is saeva papishthatamo yakuryat kulanashanam. Those who finish an entire family, uproot a family, are more sinners than those who kill the atadais എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ തെറ്റല്ലേ കൃഷ്ണ? ദാൻ ദി ആതതായിസ്, ആതതായികളെക്കാൾ വലിയ തെറ്റല്ലേ നമ്മൾ ചെയ്യുന്നത് എന്നാണ് കൃഷ്ണനോട് ചോദിക്കുന്നത്. മിത്രദ്രോഹത്തിലുള്ള പാപത്തെയും അവരറിയുന്നില്ല. ദുര്യോധനന്മാർ, ഇതിപ്പോൾ ഞാൻ പല കാലമായിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ കേട്ട് വരുന്ന കാര്യമാണ്. നിങ്ങളുടെ പ്രവർത്തകർ ഇങ്ങനെ വെട്ടിക്കൊള്ളു, നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നത്? അയ്യോ, അവരങ്ങനെ ചെയ്ത് നമ്മളങ്ങനെ ആവാൻ പാടുണ്ടോ? നോക്കണം. ഇതൊക്കെ ഗാന്ധിയൻ ഫൂളിഷ്നെസ്സാണ് അർജുനൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുലക്ഷയകൃതം ദോഷം, കുലനാശം കൊണ്ടുണ്ടാവുന്ന പാപത്തെ നമ്മൾ അറിയുന്നുണ്ട്. പ്രപശ്യദ്ഭി, അർജുനൻ പറയാണ്, കൃഷ്ണ
ദുര്യോധനന് ആശ കൊണ്ട് കണ്ണ് കാണാതിരിക്കുകയാണ്. അവൻ അവൻ വിവേകമില്ലാത്തവനാണ്, അവൻ ആതതായിയാണ്. പക്ഷേ കൃഷ്ണ, അവൻ്റെ കുലത്തെ നമ്മൾ തിരിച്ചടിച്ച് കൊന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തത്വം അറിയാമല്ലോ. എന്താണ് തത്വം? സ ഏവ പാപിഷ്ഠതമോ യക്കുര്യാത് കുലനാശന. അത് നമുക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ നമ്മളവരെ കൊല്ലാൻ പാടുണ്ടോ ചോദിക്കുകയാണ്. നമുക്ക് മനസ്സിൻ്റെ ഒരു രീതി ഇതാണ്. മനസ്സിന് ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭീരുത്വം മറച്ചു വയ്ക്കാൻ വേണ്ടി അത് ഒരുപാട് പടച്ചട്ടുകളിടും, ഒരുപാട് ന്യായവാദങ്ങൾ, അർത്ഥവാദങ്ങൾ, ധർമ്മശാസ്ത്രവാദങ്ങൾ കൊണ്ടുവരും. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് അമ്മയിൽ നിന്ന് മന്ത്രം കിട്ടിയ സമയത്ത് ആദ്യത്തെ ഒരു വർഷമൊക്കെ വളരെ ഉത്സാഹത്തോടുകൂടി കൃത്യം 4 മണിക്ക് എഴുന്നേറ്റ് ജപിക്കുമായിരുന്നു. പിന്നെ മനസ്സ് ഇടയ്ക്ക് പൂച്ചയെ പോലെയാണ്, കട്ട് തിന്നും, അതിനെപ്പോഴും മടിയാണ്. ആ സമയത്ത് ഞാൻ 4 മണിക്ക് എഴുന്നേക്കും. 4 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കട്ടിൽ തന്നെ കിടന്നിട്ട് ഞാൻ വിചാരിക്കും, 5 മണിയായാൽ എന്താ ദോഷം? 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് ഞാൻ ജപിക്കണമെന്നില്ല, 5 മണിയായാൽ എന്താ കുഴപ്പം? അതും സൂര്യോദയത്തിന് മുമ്പല്ലേ. പിന്നെ വേറെ ചിന്ത വരും, എന്താണ്, എന്തായാലും ഒരു 6 മണിക്ക് എഴുന്നേറ്റ പോരെ. ഇങ്ങനെ വൈകും, അങ്ങനെ വൈകി ഒരുപാട് വൈകും. അപ്പോൾ ആ സമയത്ത് ഒരിക്കൽ ഞാൻ അമ്മയോട് മനസ്സാ പറഞ്ഞു, അമ്മേ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോ അർത്ഥവാദങ്ങളാണ്, വെറുതെ ഓരോന്ന് മനസ്സ് പറയുകയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വരാൻ തുടങ്ങി. അതായത് 4 മണി കൃത്യമാകുമ്പോൾ, എനിക്കറിയില്ല സമയം, ഞാൻ നോക്കാറില്ല, ആ സമയത്ത് കിടന്നുറങ്ങുകയല്ലേ. 4 മണി കൃത്യമാകുമ്പോൾ കാവി പുതച്ച ഒരു വയസ്സൻ, ഒരു വൃദ്ധൻ, പക്ഷേ വളരെ ക്രൂരമായ ദൃഷ്ടിയാണ് അദ്ദേഹത്തിൻ്റെ. വായിൽ മുറുക്കാൻ ചവച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ മുഖത്തോട് മുഖം ചേർത്തിട്ട് അലറുമായിരുന്നു. ആ അലർച്ചയിൽ ഞാൻ എഴുന്നേറ്റിട്ട് പിന്നെ ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ദിവസം എനിക്കിത് പേടിയായി തുടങ്ങി. പിന്നെ ഇങ്ങേര് വരുമല്ലോ എന്ന് ഓർത്തിട്ട് 3:59 ഞാൻ എണീക്കും. സ്വപ്നത്തിൽ ഇങ്ങേര് വരുമല്ലോ എന്ന് ഓർത്തിട്ട് 3:59 ഞാൻ റെഡിയാവും. അത് കുറേ കഴിഞ്ഞപ്പോൾ എനിക്കിത് ആ പേടി മാറണമെങ്കിൽ ഒരു അരമണിക്കൂർ എടുക്കും, ആ ഒരു അലർച്ചയുടെ ശബ്ദം. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ അമ്മയോട്, അമ്മേ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അമ്മയോട് ഞാൻ രാവിലെ വിളിക്കാനല്ലേ പറഞ്ഞുള്ളൂ, ഇങ്ങനെ കൊണ്ട് വിളിപ്പിക്കണം എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ അത് വേറെ രീതിയിൽ സ്വാഭാവികമായിട്ട് എണീക്കാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, പ്രകൃതിയുടെ രീതി ഇതാണ്. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി, നമ്മൾ ചെയ്യേണ്ടുന്ന ധർമ്മം ചെയ്യാതെ പല അർത്ഥവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നാൽ പ്രകൃതി അതിൻ്റെ ഘോരമായ ഭാവത്തിൽ നമ്മോട് പ്രതികരിച്ച് നമ്മെ ഉണർത്തും, ചെയ്യേണ്ടത് ചെയ്യിക്കും. അതാണ് മഹാഭാരതം നൽകുന്ന പാഠം. അർജുനൻ്റെ അർത്ഥവാദം കേട്ടുകൊണ്ട് ഇന്നും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മൾ കൂടുതൽ വിശദമായിട്ട് പഠിക്കാം. ഇന്നത്തെ ദിവസത്തിന് നന്ദി, എല്ലാവർക്കും നന്ദി. ഹര നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ.